പ്രമേഹം ഒരു മെറ്റബോളിക് അസുഖമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രമേഹം കൂടുതലായി കണ്ടുവരാറുള്ളത് അമിതവണ്ണമുള്ളവരിലാണ്. എന്നാൽ മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ളവരിലും പ്രമേഹം ധാരാളമായി കാണാറുണ്ട്. എന്താണ് ഇതിനും ഒരു പ്രധാന കാരണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രമേഹം ഒരു മെറ്റബോളിക് ഡിസ്ഫങ്ഷനാണ്. നമ്മുടെ ശരീരത്തിൽ എന്താണ് ഒരു മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കുന്നത്? പ്രധാനമായും 2 കാരണങ്ങളാണ്. ഒന്ന്, നമ്മളുടെ അടിവയറിന് ചുറ്റുമുള്ള കൊഴുപ്പ്, അതായത് വിസറൽ ഫാറ്റ്. രണ്ടാമത്, നമ്മളുടെ പേശികൾ അല്ലെങ്കിൽ മസിൽസിനുള്ള ശക്തിക്കുറവ് അല്ലെങ്കിൽ വണ്ണക്കുറവ്, ലോ മസിൽ മാസ് എന്ന് പറയും. ഇത് രണ്ടുമാണ് ഒരു വ്യക്തിയിൽ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കാനുള്ള പ്രധാന 2 കാരണങ്ങൾ. അടിവയറിന് ചുറ്റുമുള്ള കൊഴുപ്പും പേശികളിലെ ശക്തിക്കുറവും രണ്ടും 2 വ്യത്യസ്ത രീതികളിലാണ് ഒരു പ്രമേഹ രോഗിയിൽ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കുക. അടിവയറിലെ കൊഴുപ്പ് രോഗിയുടെ ശരീരത്തിൽ പ്രോ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ് ഉണ്ടാക്കുകയും ഇത് ഇൻസുലിൻ സിഗ്നലിംഗ് പ്രക്രിയയെ ബാധിക്കുകയും ചെയ്യുന്നു. അതേസമയം പേശികളിലെ ശക്തിക്കുറവ്, വണ്ണക്കുറവും കാരണം ഇൻസുലിൻ മുഖാന്തരമുള്ള GLUT4 ട്രാൻസ്ലോക്കേഷൻ എന്ന പ്രക്രിയയെ തകരാറിലാക്കുകയും അതുമൂലം രോഗിയുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇനി ഈ 2 പ്രശ്നങ്ങളും എങ്ങനെ നേരിടാമെന്ന് നോക്കാം. അടിവയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കണമെങ്കിൽ കൃത്യമായ ഭക്ഷണ ക്രമീകരണത്തിലൂടെയും വ്യായാമത്തിലൂടെയും നിങ്ങൾ കാലറി ഡെഫിസിറ്റ് നിങ്ങളുടെ ശരീരത്തെ എത്തിക്കേണ്ടതുണ്ട്. കൃത്യമായ രീതിയിൽ മസിൽ വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസസ് ചെയ്താൽ GLUT4 ട്രാൻസ്ലോക്കേഷൻ പ്രക്രിയ മെച്ചപ്പെടുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലെ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ മെച്ചപ്പെടുത്തി പ്രമേഹം നിയന്ത്രിക്കാൻ സാധിക്കുകയും ചെയ്യും. മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ മൂലം പ്രമേഹം മാത്രമല്ല, ഹൈപ്പർടെൻഷൻ, കാർഡിയാക് ഡിസീസസ്, ഹൈപ്പർലൈപ്പിഡീമിയ, ഫാറ്റി ലിവർ പോലുള്ള മറ്റ് അസുഖങ്ങൾ വരാനും സാധ്യത വളരെയേറെയാണ്.